തൃശൂരിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി വിനോദിന്റെ മൃതദേഹം മഞ്ഞുമലിലെ വീട്ടിലെത്തിച്ചു. നാട്ടുകാരും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിക്കാനായി വീട്ടിലെത്തിയിരിക്കുന്നത്. തലക്കേറ്റ ആഘാതമാണ് മരണത്തിന് കാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ശരീരം 9 കഷ്ണങ്ങളായി മുറിഞ്ഞെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി എബിൻ ജോസും സൂരജ് സജിയും അശ്വിൻ പാലാഴിയും ചേരുന്നുണ്ട്. ആദ്യം എബിൻ ജോസിലേക്ക്. എബിൻ, ജനാവലി ഒഴുകിയെത്തുകയാണല്ലോ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി. എന്തൊക്കെയാണ് വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ? വിനോദിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. വിനോദ് ജോലി ചെയ്തിരുന്ന റെയിൽവേയിൽ നിന്നുള്ള നിരവധിയായ ആളുകൾ, സഹപ്രവർത്തകർ, അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വിനോദ് ഈ മഞ്ഞുമലിൽ വീട് വെച്ചിട്ട് ഇപ്പോൾ 3 മാസം ആകുന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഇവിടെ നിരവധിയായ ആളുകളുമായി ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരടക്കം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. കലാപരമായി പല സാഹചര്യങ്ങളിൽ നിലനിന്ന ആളാണ് വിനോദ്. കലാരംഗത്ത് പ്രവർത്തിച്ച ആളാണ്, സിനിമയിൽ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഉള്ള ബന്ധങ്ങളുമുണ്ട്. അങ്ങനെ നൂറുകണക്കിന് ആളുകളാണ് വിനോദിന്റെ മൃതദേഹം ഈ മഞ്ഞുമലിലെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അവസാനമായി കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോഴും ആളുകൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. കാരണം റെയിൽവേയിലെ പല ഉദ്യോഗസ്ഥരും, റെയിൽവേയുടെ പല ഡിവിഷനുകളിൽ നിന്നുള്ള ആളുകൾ, ജീവനക്കാരടക്കം സംഘടനയിൽപ്പെട്ട ജീവനക്കാർ, ആളുകളെല്ലാം എത്തിച്ചേരുന്നുണ്ട്. ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും പാതാളം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ വീടിനുള്ളിൽ ചെറിയ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. ഇവിടെ വിനോദിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ തന്നെ ആളുകൾ, ഈ പരിസരത്തുള്ള ആളുകൾ തന്നെ നിരവധിയായ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വൈകുന്നേരം ഇവിടെ നിന്ന് പോയ ആളുകളാണ്. അതുപോലെ തന്നെ റെയിൽവേയിലെ സഹപ്രവർത്തകരും പറയുന്നത് അതുപോലെ തന്നെയാണ്. ഈ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ വരെ തമാശ പറഞ്ഞ് ചിരിച്ച് പോയ ആളാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിൽ തന്നെയാണ് ഓരോ ആളുകളും ഇവിടെ വന്ന് വിനോദിനെ കണ്ടു മടങ്ങുന്നത്. ശരി എബിൻ, വികാരനിർഭരമായ രംഗങ്ങളാണ്. മൃതദേഹം വീട്ടിൽ എത്തിച്ചപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത്. എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ സൂരജ് സജി കൂടി ചേരുന്നുണ്ട്. സൂരജ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആക്രമണം എത്രത്തോളം ക്രൂരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പരാമർശങ്ങളാണല്ലോ ഉള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, മരണത്തിന്റെ ഭീകരത വെളിവാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 9 കഷ്ണങ്ങളായി ശരീരഭാഗങ്ങൾ മുറിഞ്ഞു മാറി എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഈ തലയ്ക്ക് വലിയ രീതിയിലുള്ള ആഘാതം ഏറ്റു, അതാണ് മരണകാരണമായി പറയുന്നതും. എന്തായാലും ഇന്നലെ ഈ സംഭവം നടന്നത് മുതൽ ഏറെ ദുരൂഹമായ ഒത്തിരി കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ദുരൂഹമായ സംഭവങ്ങൾക്ക് ഇപ്പോൾ മറുപടിയായിരിക്കുന്നു. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി മരണത്തിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് രണ്ടാമതൊരു ട്രെയിൻ കൂടി ഇന്നലെ വിനോദിന്റെ ശരീരത്തിലൂടെ കയറി എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിരീക്ഷണം. അത് ശരിവെക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ ഈ പോലീസിന്റെ അന്വേഷണത്തിലും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. ഇന്നലെ രജനീകാന്തയ്ക്ക് ടിക്കറ്റ് ഇല്ലാത്തതിന് പിഴയായി 1000 രൂപ ചുമത്തുന്നു. ഈ പിഴ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് രജനീകാന്ത. പക്ഷേ അതിനുശേഷം ഈ പിഴ ഈടാക്കിയതിനു ശേഷം ഈ വിനോദ് ഡോറിന് സൈഡിൽ, അതായത് S11 കോച്ചിന്റെ ഇടത്തെ വശത്തെ ഡോറിന്, വലത്തെ വശത്തെ ഡോറിന് സമീപം നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് പുറകിൽ നിന്ന് വന്ന കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി 2 കൈകളും ഉപയോഗിച്ച് ആഞ്ഞു തള്ളി എന്നുള്ളതാണ് ഈ FIR റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ വിനോദ് താഴേക്ക് വീഴുന്ന സമയത്ത് ഇടത്തെ മുഖം ഇടിച്ചാണ് വീഴുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്നു. ഈ വലത്തെ കൈകൊണ്ട് ഈ ഡോറിന്റെ കമ്പിയിൽ പിടിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി. അതുകൊണ്ടാണ് ഈ ഇടതുവശം ഇടിച്ച് വീണത് എന്നുള്ളതാണ് പ്രാഥമികമായുള്ള നിഗമനം. അതിനുശേഷം 100 മീറ്റർ ദൂരം ഇദ്ദേഹം ഉരുണ്ടുപോയി. അതിനിടയിലാണ് മറ്റൊരു ട്രെയിൻ കയറി ഈ 9 ഭാഗങ്ങളായി ശരീരം ചിന്നിച്ചിതറിയതെന്നുള്ളതാണ് ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്നത്. ഉന്മേഷ്, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അശ്വിൻ പാലാഴി കൂടിയുണ്ട്. ഇപ്പോൾ അശ്വിൻ, എപ്പോഴാണ് ഈ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുക? ഇന്ന് തെളിവെടുപ്പ് ഉണ്ടായിരുന്നുവല്ലോ അശ്വിൻ. ഉന്മേഷ, തെളിവെടുപ്പ് എന്തായാലും പൂർത്തിയായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പ്രതിയെ റെയിൽവേ പാളത്തിൽ എത്തിച്ച് അവിടെ നിന്ന് ഇയാൾ തള്ളിയിട്ട സ്ഥലത്ത് എത്തിച്ച് വിശദമായി തന്നെ തെളിവെടുത്തു. ഏകദേശം 2 മിനിറ്റ് മാത്രമാണ് അവിടെ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിയുമായി പോലീസ് ഉണ്ടായിരുന്നത്. ഇയാളുടെ കാലിലൊരു മുറിവുണ്ടായിരുന്നത് കൊണ്ട് റെയിൽവേ പാളത്തിലേക്ക് ഇറക്കാതെയാണ് തെളിവെടുപ്പ് നടത്തിയത്. അയാൾ പറയുന്നത് കേട്ടാണ് മറ്റ് മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയത്. എന്തായാലും ഈ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ പോലും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ഈ പ്രതി പോലീസിനൊപ്പം ഉണ്ടായിരുന്നെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം.
എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ മറ്റു നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ലെ മജിസ്ട്രേറ്റ് മുന്നിലേക്കാണ് എത്തിക്കുക. കോടതി സമയം അവസാനിച്ചതുകൊണ്ട് തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കായിരിക്കും പ്രതിയെ എത്തിക്കുക. അവിടെ തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിയുമായി പോലീസ് സംഘം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്.